ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചില ഫോണിലൊക്കെ പഴയ ഫോണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ ചിലവർക്ക് പവർ ഓഫ് അല്ലെങ്കിൽ പവർ ബട്ടൺ, സ്ക്രീൻഷോട്ട് എടുക്കുന്ന ബട്ടൺസൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാതെ ബട്ടൺസ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള ബട്ടൺസ് ഇല്ലാതെ എങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. പക്ഷേ നമ്മുടെ മറ്റേ 3 ഫിംഗർ റൂളൊന്നും അല്ലാട്ടോ ഇതിൽ പറയുന്നത്. അല്ലാണ്ട് നമുക്ക് എങ്ങനെ സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡ് അങ്ങനെയുള്ളതൊക്കെ എടുക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കാണാൻ എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ തീർത്തും പറയാണ്. കാരണം ഇതൊരു അസിസ്റ്റൻറ്റ് മെനു ആണ്. നമ്മുടെ ഫോണിൽ തന്നെ അത് ഓണായി കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിന് വേണ്ടി നമ്മൾ പോകുന്നത് സെറ്റിങ്സിലോട്ടാണ്. അപ്പം ഞാൻ സെറ്റിങ്സിലോട്ടാണ് പോകുന്നത്. സെറ്റിങ്സിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻ റീഡർ, അതുപോലെ വിസിബിലിറ്റി എൻഹാൻസ്മെൻറ്റ്, ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ്, ഇൻട്രാക്ഷൻ ആൻഡ് ഡെക്സ്ട്രിറ്റി, അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ഇൻസ്റ്റാൾ സർവീസസ് എന്നിവരുടെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ 4ാമത്തെ ഓപ്ഷനായ ഇൻട്രാക്ഷൻ ആൻഡ് ഡെക്സ്ട്രിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എൻഹാൻസ് ഓർ റീപ്ലേസ് ടച്ച് ഇൻട്രാക്ഷൻ ആൻഡ് അതർ കൺട്രോൾസ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതേപോലെ കുറേ ഓപ്ഷൻസ് നമുക്കിങ്ങനെ വന്ന് കിടക്കും. യൂണിവേഴ്സൽ സ്വിച്ച്, അസിസ്റ്റൻറ്റ് മെനു, ക്ലിക്ക് ആഫ്റ്റർ പോയിൻ്റ് സ്റ്റോപ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ അസിസ്റ്റൻറ്റ് മെനു എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട്, അത് ഓഫായിട്ടായിരിക്കും ഉണ്ടാവുക. അത് ജസ്റ്റ് നമ്മളൊന്ന് ഓണാക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനൊരു സാധനം നിൽക്കും. ഈ സാധനം നമ്മുടെ ഫോണിൽ തന്നെ കിടക്കും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ റീസൺസിൽ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ ഹോമിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ബാക്ക് എടുക്കാം. ഇപ്പം നമ്മൾ ബാക്കാണ് ഓൾറെഡി. സ്ക്രീൻ എന്താ പറയുക, ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ഓഫ് ആക്കുന്നില്ല, ഞാൻ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ വോളിയം കൺട്രോളും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് കണ്ടോ, ഇത് നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കും. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതുപോലെ നോട്ടിഫിക്കേഷൻ പാനൽ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വരും. ആൻഡ് അതുപോലെ പിഞ്ച് സൂം ചെയ്യാൻ, പിന്നെ ഫോണിലെ ഓപ്ഷൻസ്, കഴ്സർ കണ്ടോ, കഴ്സറൊക്കെ നടക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഇത് നമുക്കിത് മാറ്റാം. അതുപോലെ സ്ക്രീൻ കൺട്രോള് ഇതൊക്കെ നമുക്കിവിടെ ഇങ്ങനെ വന്ന് കിടക്കും. മെനു സെറ്റിങ്സ് അതിൽ നമുക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് മെനു. അപ്പോൾ ഇത് നമുക്ക് എല്ലാത്തിനും ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലെന്ന് പറയുമ്പം പവർ ബട്ടണും അതുപോലെ സൗണ്ടിൻ്റെ ബട്ടണും ജസ്റ്റ് ഒരു കംപ്ലൈൻ്റ് ഉള്ളത് കാരണം ഞാനിത് ഫോണിലിങ്ങനെ തപ്പി നടന്നപ്പോഴത്തേക്കും കിട്ടിയൊരു എന്താ പറയുക മെനു ആണ് ഈ അസിസ്റ്റൻറ്റ് മെനു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം, സ്ക്രീൻ റെക്കോർഡ് ആയിക്കോട്ടെ, എന്തിനും നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.